CPIM RSS അന്തർധാര എന്ന ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് നമ്മൾ കണ്ടു. CPIMന് RSSനെ പ്രീണിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. RSS ബന്ധം കോൺഗ്രസിനാണെന്നും ആവർത്തിച്ചു മുഖ്യമന്ത്രി. പക്ഷേ ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. പക്ഷേ ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു പൊതുവേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. എന്തോ ഒരു വലിയ കാര്യം കേരളത്തിൽ നടന്നിരിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. ഞങ്ങൾക്ക് RSSനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. പോലീസ് തലപ്പത്തെ രണ്ടാമൻ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച CPIMനെ അടിമുടി ഉലച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. തൃശൂർ പൂരം കലക്കിയെന്ന പ്രതിപക്ഷ ആരോപണത്തിനും മറുപടിയില്ല. പകരം തലശ്ശേരി കലാപം മുതൽ CPIM സ്വീകരിച്ചിട്ടുള്ള RSS വിരുദ്ധ നിലപാടുകൾ നിരത്തി പ്രസംഗം. തലശ്ശേരി കലാപം, ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിനു വേണ്ടി കോൺഗ്രസിന് രൂക്ഷ വിമർശനം. RSS ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് വലിയ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ നേതാവ് ആരാണെന്നും ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വണങ്ങി നിന്ന് ആരാണെന്നും K. സുധാകരനെയും VD സതീശിനെയും ഉന്നമിട്ട് മുഖ്യമന്ത്രി ചോദിച്ചു. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർക്കും വിമർശനം. RSS ശാഖ തകർക്കാൻ CPMകാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖയ്ക്ക് കാവൽ നിന്നുവെന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് പരിശോധിക്കണം. CPIM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതേ വേദിയിലുണ്ടായിരുന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ADGP RSS കൂടിക്കാഴ്ചയുമായി CPIMനെ ബന്ധിപ്പിക്കേണ്ടെന്ന് ആവർത്തിച്ചു. CPIMുമായി RSSന് ലിങ്ക് ഉണ്ടാക്കാൻ ADGPയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച മോഹൻ ഭഗത്തിനെ തന്നെ കണ്ടുകൂടെ? ADGP RSS നേതാക്കളെ കണ്ടുവന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടും മുഖ്യമന്ത്രി നടപടിയെടുത്തിട്ടില്ല. സഖ്യകക്ഷിയായ CPIക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം.